കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP സ്കൂൾ അധ്യാപക നിയമനം പ്രതിസന്ധി ഘട്ടത്തിലാണ് നിലവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഉദ്യോഗാർത്ഥികൾ, ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ദിവസേന ഫോണിൽ വിളിക്കാറുണ്ട്. സാറേ, എൻ്റെ റാങ്ക് ഇത്രയാണ്, എനിക്കിനി ജോലി കിട്ടുമോ? നിയമനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നില്ല, അഡ്വൈസുകൾ നടക്കുന്നില്ല. ഇതുവരെ നിയമനങ്ങൾ പല ജില്ലകളിലും നിയമനങ്ങൾ നടന്നിട്ടില്ല. ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പഠിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിൽ PSC റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരണമെങ്കിൽ അത്രയധികം കഷ്ടപ്പാട് ഇവിടെ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലൂടെ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്നതിന് ശേഷം നമുക്ക് ജോലി കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അത് അത്രയധികം വിഷമം ഉണ്ടാക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമിപ്പിക്കുന്ന, അതായത് വളരെ വിഷമഘട്ടത്തിലൂടെയാണ് LP സ്കൂൾ അധ്യാപക നിയമനത്തിന്റെ കാര്യത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണമായ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ പോലും ആകെ ഇപ്പോൾ 14 ജില്ലകളിലായിട്ട് ആകെ 54 നിയമനങ്ങൾ മാത്രമാണ് മൊത്തത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ 6 ജില്ലകളിൽ മാത്രമാണ് ഒന്നാം റാങ്കുകാർക്ക് ജോലി കിട്ടുന്നത്. ബാക്കിയുള്ള 8 ജില്ലകളിൽ ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിലാണ് ഒന്നാം റാങ്കിലുള്ളവർക്ക് ജോലി ലഭിച്ചത്. ബാക്കിയുള്ള ജില്ലകളിൽ ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ കോട്ടയം ജില്ലയിൽ മാത്രമാണ് 17 നിയമനങ്ങൾ നടന്നത്. അതായത് 2 അക്കം കടന്നത് കോട്ടയം ജില്ലയിൽ മാത്രമാണ്. മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ 2 അക്കം കടന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു പ്രതിവിധി എന്നതിനെക്കുറിച്ച് പല ഉദ്യോഗാർത്ഥികളും നിരന്തരമായിട്ട് ഫോണിൽ കൂടി വിളിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, അവരുടെ വിഷമങ്ങൾ പറയാറുണ്ട്. 2025 മെയ് 31-നാണ് LP സ്കൂൾ അധ്യാപക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് എത്ര പേരാണ് 6741 പേരുടെ 14 ജില്ലകളിലായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സപ്ലി ലിസ്റ്റ് ഉള്ളവരും ഇപ്രാവശ്യം അത് മെയിൻ ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥികളുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഏജ് ഓവർ ആയി പോകുന്നു. ഇനിയൊരു LP സ്കൂൾ അധ്യാപക നിയമനത്തിൽ LP സ്കൂൾ നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ അപേക്ഷിക്കാൻ പറ്റാത്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിലുണ്ട്. അവരൊക്കെ നിയമനങ്ങൾ ലഭിച്ചില്ലെങ്കിൽ തങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാകുമെന്ന് പല ഉദ്യോഗാർത്ഥികളും അതിനെക്കുറിച്ച് വളരെ വിഷമത്തോടു കൂടി എന്നോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഡിവിഷൻ ഫോൾ മൂലം പുതിയ തസ്തികകൾ, നിലവിലുള്ള നിയമനങ്ങൾ പോലും കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അങ്ങനെ ഈ ഡിവിഷൻ ഫോളിന്റെ കാരണങ്ങൾ പറഞ്ഞ് നിയമനങ്ങൾ കുറയ്ക്കുന്ന അല്ലെങ്കിൽ നിയമനങ്ങൾ നടക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വേക്കൻസികളിൽ തന്നെ നിയമനങ്ങൾ മുമ്പോട്ട് നടത്താതിരിക്കാനുള്ള ഒരു നടപടികളുടെ ഭാഗമായിട്ടാണ് നിയമനങ്ങൾ കുറഞ്ഞതെന്നൊക്കെയാണ് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ പ്രഥമ അധ്യാപകർക്ക് HM-നെ സംബന്ധിച്ചിടത്തോളം ഹെഡ് മാസ്റ്റർമാർ അവർക്ക് ക്ലാസിന്റെ ചുമതല ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് ഒരു എക്സ്ട്രാ വേക്കൻസി ആയിട്ട് വരികയും അങ്ങനെ കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കാൻ സാധിക്കും എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല അധ്യാപകരും പല കുട്ടികളും സ്കൂളുകളിൽ കൂടി നിരന്തരമായിട്ട് ഓരോ ജില്ലയിലുമുള്ള കുട്ടികൾ, തങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ നിരന്തരമായിട്ട് സ്കൂളുകളിൽ കൂടി നടന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അത്രയധികം കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും പൊതുവെ നിയമനങ്ങൾ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നിയമനങ്ങൾ വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. പല ഉദ്യോഗാർത്ഥികളും ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ തങ്ങൾക്ക് ജോലി കിട്ടുമോ എന്ന സംശയത്തിൽ വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യങ്ങൾക്കെല്ലാം തന്നെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉടനെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥികളും. അതിനു വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട സർക്കാരിനോട് വേണ്ടിയിട്ടുള്ള സങ്കട ഹർജികളൊക്കെ തന്നെ പല ഉദ്യോഗാർത്ഥികളും സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സങ്കട ഹർജികളും നിവേദനങ്ങളൊക്കെ തന്നെ
ബഹുമാനപ്പെട്ട സർക്കാരിന് സമർപ്പിച്ച ഒരു തങ്ങളുടെ നിയമനങ്ങൾ വേണ്ട വിധത്തിൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ത്വരിതഗതിയിലുള്ള നടപടികൾ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു പരിധിവരെ ജോലി ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമനങ്ങൾ നടന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്ന് കാര്യക്ഷമമായി നടക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ജോലി കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.